ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഗുഡ് ഫ്രൈഡേ, അതായത് ഈ നല്ല വെള്ളി, ഇന്നേ ദിവസം ഈ അവസരത്തിന് എന്നെ നിയോഗിച്ച സഭാ ശുശ്രൂഷനോട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സഹശുശ്രൂഷകനായ വിജിമൻ സുവിശേഷകർ, സഭാ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ചർച്ച് പേർ, സഭാവിശ്വാസികളായി വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പനേരം ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ക്രൂശിലെ 6-ാം മൊഴി യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രാർത്ഥിക്കുന്നു. വൈക്കനായ മോശനാഥനെ അങ്ങ് ഉയർത്തിയതുപോലെ അടിയെയും ഉയർത്തണമേ. കേൾവിക്കാരുടെ ഹൃദയത്തിൽ ഗ്രഹിപ്പാൻ കർത്താവിൻ്റെ വചനം കൂടിയിരിക്കണമേ. ആമേൻ. നേരത്തെ നാം വായിച്ചു കേട്ടതുപോലെ വചനത്തിലെ നിവൃത്തിയായി എന്നതാണ് ക്രൂശിലെ 6-ാമത്തെ മൊഴി. വാക്ക് പറയുന്നവനെ ലോകത്തിന് ഇഷ്ടമാണ്, വാക്ക് പറഞ്ഞിട്ട് പാലിക്കുന്നവനെയും ലോകത്തിന് അതിനേക്കാൾ ഇഷ്ടമാണ്. വാക്ക് പറയുന്നവർ ഒത്തിരിയാണ്. കച്ചവടക്കാർ വാക്ക് പറയും, രാഷ്ട്രീയക്കാർ വാക്ക് പറയും. നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അപ്പൻ മക്കൾക്ക് വാക്ക് കൊടുക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് വാക്ക് കൊടുക്കും. കൊടുക്കുന്ന വാക്ക് പാലിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ അന്തസ്സ്, അതായത് യശസ്, അത് വാനോളം ഉയരുവാനിടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് നസ്രത്തിൽ വെച്ച് തൻ്റെ ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ താൻ വായിച്ചിട്ട് ലോകത്തോട് മുഴുവൻ ഒരു പ്രഖ്യാപനം ഇറക്കുന്നു. ആ പ്രഖ്യാപനത്തെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നു. ലൂക്കോസ് 4:16-21 വരെ വായിക്കുമ്പോൾ ആ ഭാഗത്ത് പറയുന്നത് ഇതാണ്: ദരിദ്രനോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കുരുടർ കാണും, മുടന്തർ നടക്കും, ബധിരർ വിമോചിതരാകും. കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് ലോകത്തോട് പറയുന്ന വാക്കാണ്: ഞാൻ ജീവിക്കുന്നതിലൂടെ ലോകത്തിന് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നത് ആണ്. തൻ്റെ പ്രവൃത്തികാലങ്ങളിൽ ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ തടവിൽ നിന്ന് അയച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്: വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണോ? ഇത് കേട്ടിട്ട് കർത്താവ് പറയുന്നത്: ദരിദ്രർ സുവിശേഷം കേൾക്കുന്നു, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ബധിരർ വിമോചിതരാകുന്നു. ഇങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലയോ എന്ന് യോഹന്നാനോട് അറിയിച്ചു. താൻ എന്തു പറഞ്ഞുവോ, എന്താണോ ഞാൻ പ്രസ്താവിച്ചത്, അത് തൻ്റെ കർമ്മത്തിലൂടെ താൻ പൂർത്തീകരിക്കുകയാണ്. എല്ലാത്തിനേക്കാൾ ഉപരിയായി ക്രൂശിങ്കൽ 3 ആണിമേൽ തൂങ്ങുന്ന ഞാൻ പറയുന്ന 6-ാമത്തെ വചനം ഇപ്രകാരമാണ്: നിവൃത്തിയായി. യോഹന്നാൻ 19:30. ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവോ അതെല്ലാം ഞാൻ നിവൃത്തീകരിച്ചു. വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവനാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വചനം. നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് പാലിക്കുന്ന ദൈവം. ഇതിൽ നമ്മോട് അറിയിക്കുന്ന സന്ദേശം, ദൈവം നമുക്ക് നൽകിയ വാക്കുകളെ അവൻ പൂർത്തിയാക്കുന്നു. അതേസമയം നാം ദൈവത്തോടെ ബന്ധത്തിൽ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. നമ്മുടെ കുടുംബ ബന്ധത്തിൽ നാം പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിവാഹ ജീവിതത്തിലൂടെ കടക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന വാക്കാണ്: സുഖത്തിലും ദുഃഖത്തിലും
സമ്പത്തിലും ദരിദ്രതയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏതൊരു സാഹചര്യത്തിലും നാം നിൻ്റെ കൂടെ ഉണ്ടാകും. നാം എടുത്തിരിക്കുന്ന വാക്ക്, നാം കൊടുത്തിരിക്കുന്ന വാക്ക്, നാം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നമുക്ക് നിവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ? കുടുംബജീവിതത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ, ഒരു സഭയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ, ഒരു ജോലിയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ നാം നമ്മോട് തന്നെ പറഞ്ഞിരിക്കുന്ന വാക്കുകളുണ്ട്, നാം ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളുണ്ട്, നമ്മുടെ സമൂഹത്തിന് നാം കൊടുത്തിരിക്കുന്ന വാക്കുകളുണ്ട്. അത് പൂർത്തീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്രകാരം വാക്കുകളെ പൂർത്തീകരിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് മരണത്തെ മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ നാം ആറാത്തെ വചനം പറയുന്നത് ഒരിക്കലും നിരാശയോടു കൂടിയല്ല പറയുന്നത്. നാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് പൂർത്തിയായി ചെയ്യാൻ പറ്റി എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി, പൂർണ്ണ സമൃദ്ധിയോടുകൂടി പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നമുക്ക് കർത്താവോട് പറയുവാൻ, സകലവും ദൈവമേ ഞാൻ നിവർത്തീകരിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു നിമിഷം കടന്നു വരും. 70 അല്ലെങ്കിൽ 80 എത്രയോ വർഷങ്ങൾ ജീവിച്ച് ഒരു നിമിഷം മരണത്തെ നമ്മൾ മുഖാമുഖം കണ്ടുമുട്ടുമ്പോൾ നമുക്കൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഒരു അവസരമുണ്ടായാൽ കർത്താവിനെ പോലെ നമുക്കും പറയുവാൻ കഴിയുമോ, ദൈവമേ നീ എന്നെക്കൊണ്ട് ചെയ്തെടുക്കുവാൻ ആഗ്രഹിച്ചത് ഞാൻ ചെയ്യണം എന്ന്. നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിവർത്തീകരിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. അങ്ങനെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും പറയുവാൻ ഇടയായിത്തീരണം. അതിനായി സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.